അനിൽ, ഈ കാര്യത്തിൽ നേരത്തെ ഈ റിപ്പോർട്ട് സർക്കാർ പരിഗണിച്ചതാണ്, സർക്കാരിന്റെ മുന്നിലെത്തിയതാണ്. അതിനുശേഷം ത്രിതല അന്വേഷണം പ്രഖ്യാപിച്ചു. പക്ഷേ ഇപ്പോൾ ആ റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ റിപ്പോർട്ടായി ഇപ്പോൾ പുറത്തു വരുന്നത് ഇപ്പോഴാണ്. അതിൽ പൂരം കലക്കാനുള്ള ശ്രമം നടന്നു എന്ന് പറയുന്നു. പക്ഷേ ഇത് ആര് ചെയ്തു, ആർക്ക് വേണ്ടി ചെയ്തു ഒന്നും പറയുന്നില്ല. അതിൽ ഏറ്റവും പ്രധാനം ആരോപണ വിധേയനായ ADGP അജിത് കുമാർ തന്നെയാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത് എന്നുള്ളതുമാണ്. എന്താണ് താങ്കൾക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? അല്ല, പൂരം കലക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയ നിർവഹണ ഉദ്യോഗസ്ഥൻ തന്നെ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് ഈ പുറത്തു വന്നിട്ടുള്ളത്. ഈ റിപ്പോർട്ട് DGP അംഗീകരിച്ചിട്ടില്ല എന്നുള്ളത് മറ്റൊരു വിഷയം. പക്ഷെ അതിനകത്ത് ബെനിഫിഷ്യറി ആയ BJPക്ക് അല്ലെങ്കിൽ സുരേഷ് ഗോപിക്ക് അതിന്റെ ഫലം കിട്ടി എന്നുള്ളത് നമ്മളെല്ലാവരും കണ്ടതാണ്. അപ്പൊ ഇതിനകത്ത് ആരോപണ വിധനായ, നിങ്ങൾ സൂചിപ്പിച്ച പോലെ ആരോപണ വിധനായ MR അജിത്കുമാർ, അദ്ദേഹം തന്നെയാണ് ഈ തൃശ്ശൂരിലെ പാർലമെന്റ് സീറ്റ് BJPക്ക് അനുകൂലമാക്കാൻ വേണ്ടിയുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത്. അതിനകത്ത് അദ്ദേഹം ചില എവിഡൻസുകൾ അല്ലെങ്കിൽ ചില മൊഴികളൊക്കെ രേഖപ്പെടുത്തുന്നത് അത് നിഷ്പക്ഷനാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണ്. മാത്രമല്ല, ഈ ഇഷ്യൂ ഡെവലപ്പ് ചെയ്യുകയും തിരുവമ്പാടി ദേവസ്വത്തെയും പാറമേക്കാവ് ദേവസ്വത്തെയൊക്കെ ഒരു സംഘപരിവാറിന്റെ തൊഴുത്തിൽ കൊണ്ട് കെട്ടാനുള്ള ശ്രമം കൂടി MR അജിത്കുമാർ ചെയ്തു വെക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും തൃശ്ശൂരിൽ നടപ്പിലാക്കാൻ പോകുന്ന കാര്യമില്ല. ഇതിനകത്ത് വളരെ കൃത്യമാണ് MR അജിത്കുമാറിനെ ഈ പൂരം കലക്കലുമായി കൃത്യമായി പങ്കുണ്ട്. അത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണെന്ന് ഞാൻ തുടക്കത്തിൽ തന്നെ ആരോപിച്ചതാണ്. ഈ റിപ്പോർട്ട് തള്ളിക്കളഞ്ഞ റിപ്പോർട്ടാണ്. പക്ഷെ യഥാർത്ഥത്തിൽ തൃശ്ശൂർ പൂരം കലങ്ങിയതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നുള്ളത് ഞങ്ങൾ ആവർത്തിച്ച് പറയുന്ന കാര്യമാണ്. അല്ലാതെ ഇതിനകത്ത് മറ്റൊരു കാര്യം